പ്രതിഭ MLAയോടാണ് എന്റെ ചോദ്യം. സ്വാഭാവികമായിട്ടും ഇവിടെ മത്സരിക്കുന്ന LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ മുൻ MPമാരാണ്. അപ്പം വികസനം ഇവിടുത്തെ പ്രധാന ഒരു ചർച്ചാ വിഷയമാണ്. ശ്രീ KC വേണുഗോപാൽ ഈ നാടിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പം ഓച്ചറ ബസ് സ്റ്റാൻഡിന് 25 ലക്ഷം രൂപയുടെ വികസനം, ഓച്ചറ സ്കൂളിന് 35 ലക്ഷം രൂപയുടെ വികസനം, ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 18 കിലോമീറ്ററോളം കിടക്കുന്ന മനോഹരമായ റോഡ്, അതിനപ്പുറത്ത് പുത്തൻതെരുവിൽ പ്രവർത്തിക്കുന്ന ESA ആശുപത്രി, അതിനുമൊക്കെ അപ്പുറം ഈ നാട് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാത്ത ഒരു പ്രധാന കാര്യമുണ്ട്. ഈ നാട്ടിൽ നടന്ന ഏറ്റവും വലിയൊരു ദുരന്തം പുത്തൻതെരുവ് അതിലേക്ക് ഗ്യാസ് ടാങ്കർ ദുരന്തം. അന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അവിടെ മരണപ്പെട്ട 10 പേർക്ക് 10 ലക്ഷം രൂപ ചരിത്രത്തിൽ ആദ്യമായിട്ട് IOCയിൽ നിന്നും നഷ്ടപരിഹാര തുക അനുവദിച്ചത്. റെയിൽവേ മേഖല അപ്പൊ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ശ്രീ KC വേണുഗോപാൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. ശ്രീ AM ആരിഫ് കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ നടത്തിയ ഒരു 5 വികസന പദ്ധതിയെ പറ്റി പറയാമോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കാം. KC നടപ്പാക്കിയ വികസന പ്രവർത്തനം വെച്ചാല് സ്വാഭാവികമായിട്ട് ഒരു ജനപ്രതിനിധി, ഇപ്പൊ ഞാൻ MLA ആയിട്ടിരിക്കുമ്പം ഞാനിവിടെ 100 കണക്ക് റോഡുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട്. അതുപോലെ MPമാരെല്ലാവരും ചെയ്യും. ആരിഫ് MP ഒരുപാട് ഓരോ റോഡ് എടുത്ത് പറയാൻ പറ്റുമോ? ഓരോ റോഡ് എടുത്ത് പറയാം. നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തു. ഇത് ഞാൻ പറയാം, KC വേണുഗോപാൽ ചെയ്ത 35 ലക്ഷവും 40 ലക്ഷവും എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ല. നിരവധി റോഡ് ഇപ്പൊ ഞാൻ റോഡ് ലിസ്റ്റ് എടുത്ത് എനിക്ക് പറയാൻ പറ്റുമോ? റോഡ് ലിസ്റ്റ് എടുത്ത് എനിക്ക് പറയാൻ പറ്റുമോ? 2090 കോടി. ഇത് കേൾക്കൂ. അല്ല, അങ്ങനെ വേണ്ട, അങ്ങനെ പറയരുത്. 2090 കോടി രൂപയുടെ റെയിൽവേ വികസനം പറഞ്ഞപ്പോൾ BJP അവകാശവാദം ഉന്നയിക്കുകയാണ്. BJP ആണത് കൊടുത്ത് അവരുടെ ഔദാര്യമാണെന്ന് മറ്റും ഇവിടെ സംസാരിക്കണം കേട്ടു. കായംകുളത്ത് MPയും MLAയുമായി യോജിച്ച് നിന്നാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്നത്. ഞങ്ങൾക്കൊരൊറ്റ റെയിൽവേ മേൽപ്പാലം മതി. 32 കോടി രൂപയുടെ മാമ്പറക്കന്നെ റെയിൽവേ ഓവർബ്രിഡ്ജ് കൊണ്ടുവരുന്നതിൽ MLAയും MPയോടൊപ്പം നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 32 കോടി രൂപയ്ക്ക് മാമ്പറക്കന്നെ റെയിൽവേ ഒറ്റ പ്രവർത്തനം മതിയല്ലോ. നിങ്ങൾ കൊണ്ടുവന്ന 100,000 പ്രവർത്തനങ്ങൾ ചേർത്ത് വെച്ചാൽ പോലും ആ തുകയാവത്തില്ല. അതുപോലെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് MPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കായംകുളം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് വർക്സിന് MPയുടേതായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. മറുപടി പറയുമ്പോൾ കേൾക്കാനോട് അവസരം കൊടുക്കണം. അല്ലെങ്കിൽ മറുപടി പറഞ്ഞല്ലോ. അവിടെ മറുപടി പറഞ്ഞല്ലോ. ചോദ്യം ആരോടാണ്?